ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുക അങ്ങനെയാണ്. ഗുരുദേവനെ കണ്ട 2 ആളുകളെ കുറിച്ചുള്ള ഇൻസിഡന്റ് നടരാജ ഗുരു അനുസ്മരിക്കുന്നുണ്ട്. ഒന്ന് ഒരു IAS ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ അവധി കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് പോകുന്ന സമയത്ത് ട്രെയിനിൽ പോകുമ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തി വന്ന് ചേർന്ന് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പ്ലാറ്റ്ഫോമിൽ ഒരാളെ കാണുകയാണ്. ആ ഒരു നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ദൃഷ്ടി മാറ്റാതെ അദ്ദേഹത്തിൽ തന്നെ കേന്ദ്രീകരിക്കാൻ തോന്നി. അപ്പോൾ നോക്കുമ്പോൾ ഒരു വെള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ്, തല മുണ്ടനാണ്, അവിടെ കുറച്ച് രോമൊക്കെ ഉണ്ട്. മറ്റുള്ളവരും അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി നിൽക്കുന്നവരും വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം അദ്ദേഹത്തിന് തോന്നി ഇദ്ദേഹം ഒരു വിശേഷപ്പെട്ട ഒരാളാണ്, ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആരൊക്കെയോ ആണ്. അപ്പം ഈ ട്രെയിൻ വന്നപ്പം മറ്റുള്ളവർക്കൊക്കെ പരിഭ്രമമുണ്ട്. ഈ പരിഭ്രമം ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് യാതൊരു പരിഭ്രമവും ഇല്ല. ആള് സാവകാശം എഴുന്നേറ്റ് ബാക്കിയുള്ളവരൊക്കെ ദണ്ഡ നമസ്കരിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, കൈവീശുന്നു. അദ്ദേഹം പതുക്കെ കയറി ട്രെയിനിലേക്ക് കയറുന്നു. ഇദ്ദേഹത്തിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ, സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ മുന്നിലായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞ് വേറെ ആരൊക്കെയോ വരുന്നുണ്ട് ഇങ്ങനെ പുറത്തു കൂടെ. അപ്പോൾ അവർക്കൊക്കെ ഈ കയ്യിലുള്ള പഴങ്ങളൊക്കെ കൊടുത്ത്, അപ്പോൾ ഇദ്ദേഹം ഇതെല്ലാം നിരീക്ഷിക്കുകയാണ്, ഈ വൃദ്ധൻ എന്താണ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം സ്വയം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരത്ഭുതമായിട്ടുള്ളൊരു മനുഷ്യൻ എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ ഒന്ന് ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കണമെന്നോ എന്തെങ്കിലും ഉണ്ട്. അദ്ദേഹമാണെങ്കിൽ ഇദ്ദേഹത്തിനോട് ഒന്നും ചോദിക്കുന്നില്ല. അവസാനം ക്ഷമ കെട്ട് മൂപ്പരിങ്ങനെ എന്താണ് ചോദിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ ഒരു ഹോംവർക്കൊക്കെ ചെയ്തിട്ട് കുറച്ച് പഴം എടുത്തിട്ട് ആപ്പിൾ എടുത്തിട്ട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ തന്നാൽ അങ്ങത് സ്വീകരിക്കുമോ എന്ന്. ശ്രീനാരായണ ഗുരുവിൻ്റെ രമണ മഹർഷിയുടെയൊക്കെ രീതി മറുചോദ്യമാണ്. അപ്പം ശ്രീനാരായണ ഗുരുദേവൻ്റെ മറുചോദ്യം ഇതാണ്, നമ്മെ അങ്ങ് ഇത്ര നേരം നിരീക്ഷിക്കുകയായിരുന്നല്ലോ, അതിൽ നിന്ന് എന്തു മനസ്സിലായി? നാം ഇത് സ്വീകരിക്കുമോ സ്വീകരിക്കില്ലേ എന്നുള്ള അത്രയേ ചോദിച്ചിട്ടുള്ളൂ. സ്വീകരിക്കുമോ സ്വീകരിക്കില്ലേ എന്നുള്ളത് ചോദ്യമില്ല, അത്രയേ ചോദ്യം. ഉടനെ അദ്ദേഹം വളരെ ഇതോടുകൂടി അത് ഗുരുദേവന് നൽകി. മൂപ്പരത് അടുത്ത സ്റ്റേഷനിലൊക്കെ വരുമ്പോൾ ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ പലരും വന്നവർക്കൊക്കെ കൊടുത്ത് തീർത്തിട്ടുള്ള ഒരു അവിചാരിതമായ ശ്രീനാരായണ ഗുരുദേവനെ ഒരാൾ കണ്ടുമുട്ടി. പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇതാരാണ്.